ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം. ഞാൻ വീഡിയോസ് ഇടാൻ കുറേ താമസിച്ചു പോയി. കാരണം നാട്ടിൽ പോകേണ്ടി വന്നു. അതുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോയെങ്കിലും ഇത് ഒരു സ്പെഷ്യൽ യാത്രയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടാണ് നമ്മൾ എല്ലാവരും പോകുന്നത്, നമ്മൾ ഫാമിലി അടക്കം. അത് എന്തെന്ന് ഞാൻ പിന്നെ പറയാം. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. അപ്പോൾ എനിക്ക് കാറിൽ പോകുന്നതിനേക്കാളും സുഖമായിട്ട് തോന്നുന്നത് ട്രെയിനിലാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ട്രെയിനിൽ പോയി നല്ലോണം എൻജോയ് ചെയ്യും. ചെറിയ ചെറിയ സമയം കിട്ടിയെങ്കിലും നമ്മളിങ്ങനെ എൻജോയ് ചെയ്യാൻ പഠിക്കണം. നമ്മൾ സൺഡേ വീട്ടിലായെങ്കിലും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. സൺഡേ വീട്ടിൽ കളിക്കുന്ന പോലെ ഇത് പുറത്തിറങ്ങിയൊന്നും കളിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നതൊക്കെ കളിക്കാമെന്ന് വിചാരിച്ചു. തിരുവൻ പോലീസ്, അതുപോലെ തന്നെ SOS എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കുറേ ആൾക്കാർ നമ്മൾ മിസ്സ് ചെയ്യാറുണ്ടല്ലേ. പക്ഷേ ഇതൊക്കെ മിസ് ചെയ്യാതെ കുടുംബത്തോട് നമ്മൾ എൻജോയ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലോണം ഇരുട്ടായി. പിന്നെ നമ്മൾ കുറച്ച് സെറ്റായി, എല്ലാം കൂടി സെറ്റായിട്ട് കിടന്നു. രാവിലെ ഇങ്ങനെ അടുക്കുമ്പോൾ നാടും അടുത്തടുത്ത് വരുന്നുണ്ടായിരുന്നു. നമ്മൾ പോകുന്നത് പൊങ്കലിന് വേണ്ടി, അതായത് സംക്രാന്തി എന്ന് പറയില്ലേ. അപ്പോൾ അത് ജനുവരി 14 തീയതിയായിരുന്നു. നമ്മൾ ജനുവരി 12 കയറി 13 രാവിലെ എത്തും. ഒരു 1 മണിയൊക്കെ ആവും നമ്മൾ നാട്ടിൽ എത്താനായിട്ട്. വൈകുന്നേരമാണ് കയറിയത് 12 തീയതി. അങ്ങനെ പൊങ്കലായതുകൊണ്ട് നമ്മളെ നാട്ടിൽ പോകുന്ന വഴിക്കാണ് ഇതൊക്കെ കാണുന്നത്. മഞ്ഞളും ഇഞ്ചിയും അതുപോലെ കരിമ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇപ്പം നമ്മൾ വേറെ ഒരു സൈഡിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെ രാവിലെ ആയതുകൊണ്ട് ഇങ്ങനെ തിരക്കുകളൊന്നുമില്ല, നല്ല തിരക്കുണ്ടാവും. അപ്പം നാട്ടിൽ രാവിലെ തന്നെ പോയി എത്തിയപ്പോൾ നമ്മൾ ഹോട്ടലിൽ തന്നെ കഴിച്ചിട്ട് പിന്നെ അങ്ങോട്ട് കുറച്ച് യാത്ര ഉണ്ട്, അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ നമ്മളെ നാട്ടിൽ ഒരു ഇഡ്ഡലിയും 2 ഇഡ്ഡലിയെങ്കിലും നമുക്ക് അതിൻ്റെ സൈഡ് ഡിഷ് കുറേ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും തന്നെ ഇഡ്ഡലിയാണ് വാങ്ങിച്ചത്. ഇഡ്ഡലിയും ഒരു വടയും, 2 ഇഡ്ഡലിയും ഒരു വടയും. അതിന് കൂടെ നമുക്ക് തേങ്ങ ചട്നി, അതുപോലെ പുതിന ചട്നി, തക്കാളി ചട്നി, പിന്നെ പൊടി, ഇഡ്ഡലിപ്പൊടിയില്ലേ, അത് നല്ലെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ അവരും അത് മിക്സാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നല്ല ഇങ്ങനത്തെ ഇത് നമ്മൾ പറയുന്നത് തന്നി സാമ്പാർ എന്നാണ് പറയുന്നത്. അത് ഓരോരോ ഹോട്ടലിൻ്റെ സ്പെഷ്യലാണ്. ഓരോരോ ഹോട്ടലിനും ഡിഫറെൻ്റ് ഉണ്ടാവും ശരിക്കും. പിന്നെ ഇഡ്ഡലിയാണ് കഴിച്ചത് എല്ലാവരും. അതിൻ്റെയോടൊപ്പം കോഫിയും കുടിച്ചു. അപ്പോൾ ഞാൻ പുറത്ത് ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചത് എന്തെന്ന് പറഞ്ഞാൽ ഹൽവാവും, നമ്മുടെ നാട്ടിലത്തെ സ്പെഷ്യൽ ഹൽവാവും അതുപോലെ പാൽക്കോവാവും അതൊക്കെ ഉണ്ടായിരുന്നു. വാങ്ങിച്ചിട്ടില്ല, ഒന്ന് ജസ്റ്റ് കാണിച്ചതാണ്. പിന്നെ പൂവ് ഭയങ്കര വിലയാണ്. ഇത് ബോഹി എന്നാണ് നമ്മൾ പോയത്. ഇത് ജാതിമുല്ല, ഭയങ്കര സ്മെല്ലാണ് ജാതിമുല്ല. ഇവിടെ പിച്ചിപ്പൂ എന്ന് പറയില്ലേ അത്. പിന്നെ കുറേ ഓരോരോ മുളത്തിനും ഒരു മുഴം 200, 250 ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു മുഴം 60, 80 അങ്ങനെ ഭയങ്കര വിലയൊക്കെ ഉണ്ടായിരുന്നു. പൂവ് ഇപ്പം കേരളത്തിൽ പോലെ അത്ര വില ഒന്നും ഉണ്ടാവില്ല, കുറച്ച് കുറവായിരിക്കും. ഇങ്ങനത്തെ ഫങ്ഷൻ ഫെസ്റ്റിവൽ സമയത്തൊക്കെ ഭയങ്കര വിലയായിരിക്കും. അപ്പോൾ ഞാനും പൂ നല്ലോണം കേട്ടു. ഇപ്പോൾ അതിൻ്റെ ചാൻസേ ഇല്ലാതായിപ്പോയി ശരിക്കും പറഞ്ഞാൽ. ഇത് നമ്മൾ പോകുന്ന വഴിക്കുള്ളതാണ്. എത്ര പേർക്ക് ഇതിൻ്റെ പേര് അറിയില്ല. ഇത് പനനൊങ്കിൻ്റെ കിഴങ്ങ്, പനംകിഴങ്ങെന്ന് നമ്മൾ പറയും. നല്ല രുചിയാണ്, വേവിച്ചിട്ട് കഴിക്കണം, പച്ചക്ക് കഴിക്കാൻ പാടില്ല. നല്ല രുചിയാണ് ശരിക്കും പറഞ്ഞാൽ. നൊങ്കില്ലേ, നൊങ്കിൻ്റെ കിഴങ്ങാണ് അത്. നൊങ്ക് മൂത്ത ശേഷം അതിൻ്റെ വിത്ത് വെച്ചിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നതാണ്. ഇത് ഇളന്തപ്പഴം എന്നാണ് നമ്മുടെ നാട്ടിൽ പറയാറുള്ളത്. ഇതിൻ്റെ മലയാളത്തിൻ്റെ പേര് കമൻറ്റിലേക്ക് കൂടി അറിയിക്കുക. പിന്നെ പോകുന്ന വഴിക്കാണ് ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് പോകുന്നത്. പുതു മൺപാത്രം, അതിൽ പൊങ്കൽ വെക്കുന്നത് സ്പെഷ്യലാണ് ശരിക്കും. കൃഷിക്കാർ നമ്മൾ പുതു അരിയില്ലേ, പുത്തരി, നമ്മൾ പച്ചരി, അതാണ് പുഴുങ്ങാത്ത പുത്തരി പച്ചരി നമ്മൾ എടുത്ത് അത് പൊങ്കി, അതായത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ച് സൂര്യഭഗവാന് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് പൊങ്കൽ. അതുകൊണ്ടാണ് മൺപാത്രത്തിൽ വെക്കുന്നത് ഒരു സ്പെഷ്യലാണ്. അല്ലാത്തവർ പിത്തള പാത്രത്തിലും വെക്കാം. ഇപ്പം നമ്മൾ പിത്തള പാത്രത്തിലാണ് ഈ പ്രാവശ്യം വെക്കാൻ പോകുന്നത്. കാരണം നമ്മൾ ആദ്യത്തെ ദിവസമാണ് പോകുന്നത്. മൺപാത്രമാകുമ്പോൾ അത് വെള്ളത്തിലെല്ലാം ഇട്ടിട്ട് നല്ല മുക്കി വെക്കണം. അങ്ങനത്തെ ചില പ്രോസസ്സ് ഉണ്ട്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കാണുന്നത്. അരസ്വതിയും അതുപോലെ പനമരങ്ങളൊക്കെ കുറേ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ എവിടെ താമസിച്ചാലും നമ്മൾ കുട്ടിക്കാലം മുതൽ നമ്മൾ ജീവിച്ച സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു സന്തോഷം കിട്ടും. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ സന്തോഷത്തിൽ
എപ്പോഴും എത്ര പ്രാവശ്യം പോയാലും നമുക്ക് നാട്ടിൽ പോകുമ്പോൾ അതൊരു അല്ലാത്ത ഒരു ഫീൽ പറയുന്നില്ല, അങ്ങനത്തെ ഒരു ഫീല് കിട്ടും. പക്ഷേ അതിൻ്റെ കൂടെ ഒരു പ്ലസ് എന്തെന്ന് പറഞ്ഞാൽ 25 വർഷം ശേഷമാണ് നമ്മൾ പൊങ്കൽ ഇങ്ങനത്തെ ഫെസ്റ്റിവൽ സമയത്ത് നമ്മൾ നാട്ടിൽ പോകുന്നത്. അതപ്പോൾ എനിക്ക് എത്ര സ്പെഷ്യലാണല്ലേ. നമ്മൾ എല്ലാ വർഷവും കേരളത്തിലാണ് വെക്കുന്നത്, സ്കൂളിൽ ലീവില്ലല്ലോ ഇവിടെ. പിന്നെ നാട്ടിലാകുമ്പോൾ 10 ദിവസം ലീവ് ഉണ്ടാവും പൊങ്കലിന്. ഇവിടെ ലീവൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ പോവാറില്ല. 25 വർഷത്തിന് ശേഷം ഞങ്ങൾ പോകുന്നത് എന്തിനെന്ന് വെച്ചാൽ എൻ്റെ മോൾക്ക് തലപ്പൊങ്കലാണ്. തലപ്പൊങ്കൽ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ പൊങ്കൽ. അപ്പോൾ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പൊങ്കൽ വെക്കുമ്പോൾ അതിൽ നമുക്ക് ചില ചടങ്ങുകളൊക്കെ ഉണ്ട്, അതിന് വേണ്ടിയാണ് നാട്ടിലേക്ക് പോകുന്നത്. അതുപോലെ പൊങ്കൽ വെക്കുമ്പോൾ അവൾ ഒരു പിടി അരിയും അതിൽ പൊങ്കൽ ഇടണം. അപ്പോൾ അങ്ങനത്തെ ഒരു ചടങ്ങൊക്കെ ഉള്ളത് കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ നമ്മൾ വീടുണ്ട് നാട്ടിൽ, അതൊക്കെ നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോളുടെ കല്യാണത്തിന് ശേഷം കൊടുത്തിട്ടില്ല, നമുക്ക് പോകുമ്പോൾ വരുമ്പോൾ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഈ പ്രാവശ്യം പൊങ്കൽ വെക്കാൻ നമ്മൾ തീരുമാനിച്ചു. ഇല്ലെങ്കിൽ എല്ലാ വർഷവും കേരളത്തിലാണ് നമ്മൾ പൊങ്കൽ വെക്കാറുള്ളത്. എല്ലാവരും പോകുമ്പോൾ ഇങ്ങനെ ഫാമിലി അടക്കം പോകുമ്പോഴാണ് സന്തോഷം. അതും എല്ലാവർക്കും ഇങ്ങനെ കോളേജ് ഒരുമിച്ച് ലീവ് കിട്ടിയത് കൊണ്ട് പോകാൻ പറ്റി. പരീക്ഷയൊക്കെ ഉണ്ടെങ്കിൽ അതും പറ്റാതെ വന്നിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് ഒരാൾക്ക് പരീക്ഷ ഉണ്ടെങ്കിൽ അവരെ വിട്ടിട്ട് പോകുമ്പോൾ നമുക്ക് എന്തോ പോലെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സന്തോഷം കൂടി നമുക്കുണ്ട്. ഇപ്പോൾ നമ്മൾ വേറെ സൈഡാണ് പോകുന്നത്. അപ്പോൾ ഇത് കൃഷി ഇങ്ങനെ പാടങ്ങളും അങ്ങനെയൊക്കെ ഉള്ള സ്ഥലമാണ്. നമ്മൾ ടൗൺ വഴിയൊക്കെ പോയെങ്കിൽ, നമ്മൾ എൻ്റെ വീട് ആ സൈഡൊക്കെ പോയെങ്കിൽ അവിടെ കടകളിലേക്ക് ഇപ്പോൾ പൊങ്കൽ സമയമാണല്ലോ, ഫെസ്റ്റിവൽ സമയത്ത് കണ്ണ് കാണാത്ത കാഴ്ചകൾ കാണാം. അത്രയ്ക്കും കറുമ്പും മഞ്ഞളും ഇഞ്ചിയും അതുപോലെ നമുക്ക് നിലവാസലിൽ കെട്ടുന്നതൊക്കെ കുറേ ഉണ്ട്. അതെല്ലാം ഇങ്ങനെ ഫുള്ള് റോഡ് സൈഡൊക്കെ വെച്ചിട്ടുണ്ടാവും, കറുമ്പ് എല്ലാം തന്നെ ഉണ്ടാവും. പക്ഷേ നമ്മളിപ്പോൾ ഈ സൈഡാണ് പോകുന്നത്. ഈ സൈഡും നമ്മൾ നാട്ടിൽ കുറേ കൃഷി ചെയ്യാറുണ്ട്. അതായത് നെല്ല്, അതുപോലെ എള്ള് നാട്ടുന്ന എള്ള്, കടല നാട്ടാൻ വേണ്ടിയിട്ട് കടല, അതുപോലെ നിലക്കടലയില്ലേ, അത് കുറേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. കാണാനും നല്ല ഭംഗിയുണ്ടാവും. അതുമാത്രമല്ല മഞ്ഞൾ, ഇഞ്ചി, കരിമ്പ്, പിന്നെ കമ്പ് എന്ന് പറയും, കമ്പ്, മുത്താരി, വറക് എന്ന് പറയും. അതുപോലെ അങ്ങനത്തെ കുറേ മില്ലറ്റ്സ് ഇല്ലേ, ഇപ്പോഴാണ് കേരളത്തിൽ മില്ലറ്റ്സിൻ്റെതൊക്കെ കുറേ ആൾക്കാർക്ക് അറിയുന്നത്. കുതിരവാളി അങ്ങനത്തതൊക്കെ കൃഷി ചെയ്യാറുണ്ട്. അതൊക്കെ നല്ല രസമാണ് കാണാനും. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞ് ടൗണല്ല, ഒരു കുഞ്ഞ് ഇങ്ങനെ ഒരു പ്രദേശമുണ്ട്. അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും, അതും കാണിക്കാം. അപ്പോൾ പൊങ്കൽ നമ്മുടെ നാട്ടിൽ എങ്ങനെ വെക്കും അതും അറിയാത്തവർക്ക് ഒരു അറിവായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ഇടുന്നത്. ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലേക്ക് കൂടി അറിയിക്കുക. അടുത്ത വീഡിയോയും തീർച്ചയായിട്ടും കാണണം. നമ്മുടെ നാട്ടിൽ കുറച്ചൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് കാണിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന വിശ്വാസത്തോടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്